ബന്ധപ്പെടുത്തിയ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, സ്വാഭാവികമാണ് പ്രതികരണം, ഒരു അമിത ഭാരമാണ്. ഇനിയിപ്പോൾ സാധനങ്ങൾക്കൊക്കെ വില വർദ്ധിച്ചേക്കാം, സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യത്യാസം പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് ഉപഭോക്താക്കളെ ബാധിക്കുക എന്നുള്ളത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. രാവിലെ പമ്പിലൊക്കെ തിരക്കുണ്ടോ? സാരംഗ് നിൽക്കുന്ന പമ്പിൽ തിരക്കുണ്ടോ? രഞ്ജിത്ത്, അധിക പേരും ഈ ഒരു വിലക്കയറ്റം അല്ലെങ്കിൽ 3 രൂപ വർദ്ധിച്ച കാര്യം അറിയാതെയാണ് പമ്പിലേക്ക് എത്തുന്നത്. പലരും ഈ ഒരു സാഹചര്യം, അതായത് 3 രൂപ കൂടി എന്ന രീതിയിൽ പെട്രോൾ അടിക്കാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇല്ല. നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ചേട്ടാ, വില കൂട്ടി, 3 രൂപ കൂടി, ഓട്ടോ ഒക്കെ ബുദ്ധിമുട്ടാണ്, ഇപ്പോഴേ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച് വില കൂട്ടിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പരാതിയൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാ, അത്രേ ഉള്ളൂ. സാധനങ്ങളുടെ വിലയും കൂടി കൂടും. സാധനങ്ങളുടെ വില കൂടും, അതെന്തായിരുന്നാലും കൂടുമല്ലോ, കൂടാതിരിക്കുമല്ലോ. എന്തായിരുന്നാലും നാടുക്കൊപ്പം ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. അത്തരത്തിലാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വില കൂടി എന്നതിന്റെ പേരിൽ ഡീസലും പെട്രോളും അടിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ ഈ ഒരു മറ്റ് വഴികളൊന്നും ഇല്ല എന്നുള്ളതാണ് രഞ്ജിത്ത് പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, സമയമില്ലാത്ത ആൾക്കാരൊക്കെയാണ്. നമുക്കറിയാം, കഴക്കൂട്ട മേഖലയിലാണ് നമ്മളുള്ളത്. ഇവിടെ പ്രധാനമായും IT ഹബ്ബ് കൂടി ആയതുകൊണ്ട് തന്നെ വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എത്തുന്നവരെല്ലാം പെട്രോൾ അടിക്കുന്നു, ഡീസൽ അടിക്കുന്നു. നമ്മളെ വാർത്ത പോലും വന്നിട്ട് അധിക സമയമായിട്ടില്ല. അതുകൊണ്ട് പമ്പിലേക്ക് എത്തുമ്പോഴാണ് പലരും ഈ ഒരു സംഭവം അറിയുന്നത് തന്നെ, 3 രൂപയുടെ വ്യത്യാസം. പക്ഷേ വന്നതിന്റെ പേരിൽ ഈ ഒരു വില വർദ്ധിച്ചതിന്റെ പേരിൽ അടിക്കാതെ പോകാനും കഴിയില്ല. എന്തിനാലും ഇവിടെ സ്റ്റോക്കിന്റെ ചെറിയ പരിമിതി അടക്കമുണ്ടായിരുന്നു രാവിലെ. അതിനുശേഷമാണ് പിന്നീട് സ്റ്റോക്ക് എത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു മാറ്റം നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കുകയും ചെയ്യാം. സാരംഗ്, അവിടെ പമ്പിൽ എത്തുന്ന സാധാരണക്കാരായ നിരവധി ആളുകൾ രാവിലെ പമ്പുകളിൽ എത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ഇതിനെക്കുറിച്ച് ധാരണയൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ 3 രൂപ കൂടി എന്നുള്ളത് ആർക്കും അങ്ങനെ മനസ്സിലായി വന്നിട്ടില്ല. മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെയൊക്കെയാണ് സാധാരണക്കാരിങ്ങനെ ഇത്രയും പെട്രോൾ അടിക്കേണ്ട കാര്യം അടിച്ചല്ലേ പറ്റൂ. ഈ സാധനങ്ങളുടെ അടക്കം വില കൂടും. ഈ ഡീസലിനും പെട്രോളിനും വില കൂടുമ്പോൾ ഒരു പ്രശ്നമാണത്. മറ്റെല്ലാ സാധനങ്ങൾക്കും അതന്നെ, എല്ലാ സാധനങ്ങളെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുക തന്നെ. സാധാരണക്കാരെ ആരും നോക്കുന്നില്ല. തന്നെ വേറൊന്നും പറയാനില്ല. സാധാരണ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യും? വീണ്ടും അത് തന്നെ ചെയ്തോണ്ടിരിക്കും. നമ്മൾ വീണ്ടും സാധനങ്ങൾ മേടിക്കേണ്ട കാര്യം ചെയ്തല്ലേ പറ്റൂ. അതന്നെ ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ പെട്രോൾ വീണ്ടും വില കൂടി, നമ്മൾ അടിക്കേണ്ട കാര്യം അടിച്ചല്ലേ പറ്റൂ. അതിലാണ് നമുക്ക് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വിലവർധന ഉണ്ടായതെങ്കിൽ പോലും ചെറിയ വർധന അല്ല, 3 രൂപയാണ്. പക്ഷെ അത് ഈ ഒരു സാഹചര്യത്തിൽ, കാരണം മറ്റ് എല്ലാ കാര്യങ്ങളിലും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കും, കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങൾ എത്താനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് എങ്ങനെ അവർ മാനേജ് ചെയ്യും? കാരണം അതൊരു പശ്ചിമേഷ്യൻ യുദ്ധമടക്കം നിലനിൽക്കുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അത് നേരിട്ട് പല സാധാരണക്കാരെയും ബാധിച്ചു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് എങ്ങനെ അവർ മാനേജ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. കാരണം കേരളത്തിന്റെ ഒരു സാഹചര്യം നമുക്കറിയാം, പുറമേ നിന്നാണ് കൂടുതലും സാധനങ്ങൾ എത്തിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നടക്കമാണ് സാധനങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഡീസലിന്റെ വർധനവടക്കം, ലോറിയുടെ വാടക ആയിക്കോട്ടെ, അതിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അതിലടക്കം മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം തീർച്ചയാണ്. അത് എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. കാരണം ഒരു പരിധിവരെ സാധാരണക്കാരാണ് ഇവിടെ കൂടുതലായും ഉള്ളത്. അത് നമുക്ക് കൂടുതൽ പ്രതികരണം തന്നെ നോക്കാം. പെട്രോളിന്റെ പൈസ കൂടി, അത് ഞാൻ അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അറിയാം. തമിഴാണ് ഞാൻ. എന്ത് ചെയ്യും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ? ഇനിയിപ്പം വിലക്കയറ്റവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ മോസ്റ്റ്ലി ഈ ക്രൂഡ് ഓയിൽ ഡിസ്പ്യൂട്ട് ഒക്കെ നോക്കുമ്പോൾ ഇതാണ്, ഐ തിങ്ക് സോ, മാനേജ് ചെയ്ത് പോവാണ്. ഇത്തരത്തിലാണ് വലിയ രീതിയിൽ ബാധിക്കാൻ തുടങ്ങുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും വിലവർധന. നമുക്ക് രഞ്ജിത്ത് അറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ഇനി വിലവർധന ഉണ്ടാവും. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഹനങ്ങളുടെ ഗതാഗതം മാത്രമല്ല, മറ്റ് ഉൽപ്പന്നങ്ങളുടെ വിലയും അടക്കം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മറ്റ് പല കാര്യങ്ങളുടെയും വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെ സാധാരണക്കാരെ ബാധിക്കുമെന്ന കാര്യം അറിയില്ല. വില വർദ്ധിച്ച അറിഞ്ഞായിരുന്നു? വില കൂടി അറിഞ്ഞായിരുന്നു? ഇല്ല. എവിടെ അടിക്കാതെ വേറെ രക്ഷയില്ല. ഇല്ല, വേറെ രക്ഷയില്ല. അടിച്ചാലേ
അടിച്ചാലേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് രഞ്ജിത്ത്, നമ്മളെ പൊതുജനങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ അവർ വന്നവരാരും മടങ്ങി പോകുന്നില്ല. എല്ലാവരും അടിച്ചു തന്നെ പെട്രോളും ഡീസലും അടിച്ചു തന്നെ മുന്നോട്ട് വന്നു. കാരണം അതിപ്പോൾ ഒരു സാധാരണക്കാരന്റെ ഒരു വിഷയമായി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രഞ്ജിത്ത്. അതാണ് എന്തായാലും പെട്രോളും ഡീസലും ഏറ്റവും അനിവാര്യമായി ജനം ഉപയോഗിക്കുന്ന അവശ്യ വസ്തുക്കൾ തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. 2 രൂപ കൂടിയാലും 3 രൂപ കൂടിയാലും 10 രൂപ കൂടിയാലും അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. കാരണം അത്രത്തോളം വാഹന ഉപയോഗം നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സാധാരണക്കാർ കൂടുതൽ ഡീസലും പെട്രോളും അടിക്കുന്നവരുടെയൊക്കെ മേലുണ്ടാകുന്നൊരു വലിയ ഭാരമായി കൂടി മാറുന്നുണ്ട്, സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.